ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിനായിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി നിങ്ങൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമ്മൾക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ചെറിയ പട്ട, കരയാമ്പൂവിൻ്റെ ഒരു ചെറുത്, 2 ഗ്രാമ്പു, ചെറിയ ഏലക്ക, അതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയില്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ 2 മുളകില്ലേ, കപ്പളമുളക്, അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതേ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മതി കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാം. ഇനി ഞാനൊരു പഴുത്ത തക്കാളി എടുത്തിട്ട് അതൊന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 200 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ അതിലേക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ടില്ലേ, അതിട്ട് കൊടുക്കുക. ഈ മസാലയാണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മസാലയൊക്കെ ചേർത്തിട്ട് ചിക്കനൊക്കെ ഒരു 10 മിനിറ്റോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു തക്കാളി ഇല്ലേ, പഴുത്ത തക്കാളി റൗണ്ടിൽ മുറിച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് നടുവായിട്ട് കീറിയതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയില്ലേ, അത് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യില്ലേ, അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളുണ്ടാക്കിയ ആ മസാലക്കൂട്ടില്ലേ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വെച്ച് നോക്കണം എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.